എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, നിങ്ങൾക്കൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അതെല്ലാം നേടിയെടുക്കാനേ ഉള്ളൂ. ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നു, പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും കുത്തിക്കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. വെറുതെ ഒരു മടിയന് അത് മടക്കി കിട്ടില്ല. തോറ്റു കൊടുക്കാത്തവന്, പ്രാർത്ഥനയിൽ മടുക്കാത്തവന്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യുമെന്നാണ്. എല്ലാവരും കൊയ്യില്ല. തളർന്നു പോകാത്തവർ, അധൈര്യപ്പെടാത്തവർ, ക്ഷീണിച്ചു പോകാത്തവർ, കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും വീണു പോകാതെ മുന്നേറുകയും ചെയ്യുമെന്ന്. തളർന്നു പോകില്ല, വീണു പോകില്ല, ശക്തിയെ പുതുക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് പല നാട്ടിലും വാഗ്ദത്തം കേട്ട് കുത്തിയിരിപ്പുണ്ട്. അവരെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തുചെത്ത് കുത്തിയിരുന്നു. ഈ ഇരിപ്പല്ലാതെ നിങ്ങളുടെ മൂക്കിൽ പല്ല് മുളച്ചാലും ഈ ദൈവം പറഞ്ഞു എന്ന ഒരു കാര്യത്തിന് മറുപടി കാണില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നാം തളർന്നു പോകാതെ ആ വാഗ്ദത്തത്തിലേക്ക് കയറണം. അവസാന നിമിഷവും വിശ്വസിക്കണം, തളർന്നു പോകരുത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ, അധൈര്യപ്പെടാതെ നിൽക്കുന്നവർക്ക് മാത്രമേ ശേഷിക്കുന്ന കുറച്ച് സമയം കൊണ്ട് ജീവിതകാലം മുഴുവനും കാണാത്ത നന്മകൾ പ്രാപിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയുള്ളവരുടെ ചരിത്രം ബൈബിളിലുണ്ട്. അബ്രഹാം, മോശ പോലെയുള്ളവരെല്ലാം ജീവിതത്തിൻ്റെ ഒടുവിലത്തെ സമയങ്ങളിൽ തളർന്നു പോകാതെ കൊയ്ത് ശേഖരിച്ചവരാണ്. അതുപോലെ ഒരു വലിയ നേട്ടം കൊയ്യാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനായി. യേശുവേ നീ ഓർത്തതിനായി, എന്നെ നീ മാനിച്ചതിനായി, എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനായി. യേശുവേ നീ ഓർത്തതിനായി, എന്നെ നീ മാനിച്ചതിനായി, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ, എന്നെ വീണ്ടെടുത്തോനും നീ,
മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്റെ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യേശുവേ, അങ്ങയുടെ സൗമ്യതയാണ് ഞങ്ങളെ വലിയവരാക്കിയത് കർത്താവ്. അങ്ങയുടെ സഹിഷ്ണുതയാണ് ഞങ്ങൾ ഇന്നും ജീവനോടെ ആയിരിക്കുന്നത്. അങ്ങ് നല്ലവൻ. ഞങ്ങൾക്ക് എന്നും പാടാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, എല്ലാ കാലത്തും ഞങ്ങൾക്ക് പാടാൻ ഒറ്റൊരു കാര്യമേ ഉള്ളൂ കർത്താവ്. അങ്ങ് നല്ലവൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് മതിയായവൻ. യേശുവേ, യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. ഈ തിങ്കളാഴ്ച രാവിലെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം ഇങ്ങനെ തുടരുകയാണ്. യേശു കർത്താവിൻ്റെ തിരുവെഴുത്തുകൾ ഓരോന്നോരോന്നും വായിക്കുമ്പോഴും നമുക്ക് ബലമാണ്. ഈ സുവിശേഷം എഴുതിയത് യോഹന്നാൻ അപ്പോസ്തലനാണ്. സ്വർഗം തുറന്ന് വെളിപ്പാടുകൾ പ്രാപിച്ചവനാണ്. താൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ഓരോ വാക്യങ്ങളും, മറ്റെല്ലാ സുവിശേഷവും അതുപോലെ തന്നെയാണെങ്കിലും ഇത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം തൊട്ട ഒന്നാണ്. നമ്മൾ 16-ാം അധ്യായത്തിലെത്തി. 21 അധ്യായം വരെ ഈ യോഹന്നാൻ്റെ സുവിശേഷം നമ്മളിങ്ങനെ തുടരും. അത് കഴിയുമ്പോൾ കർത്താവ് ഏത് പുസ്തകമാണ് തരുന്നത്, എന്താണ് തരുന്നത്, അതിലേക്ക് നമ്മൾ തിരിയും. ഏതായാലും യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുന്ന നിങ്ങൾക്ക് അതിൻ്റേതായ നന്മയും അനുഗ്രഹവും കർത്താവ് തരാനിടയായി തീരും. യോഹന്നാൻ 16 3-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. അവർ പിതാവിനെ എന്നെ അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ദ്രോഹം ചെയ്യുന്നതും വെറുക്കുന്നതും ഉപദ്രവിക്കുന്നതും എന്നെയും പിതാവിനെയും അറിയുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ യേശു എതിർക്കുന്ന, വിമർശിക്കുന്ന, പ്രതികൂലമായിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് 4-ാം അധ്യായത്തിൽ
4-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ സമയം വരും, ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് നിങ്ങൾ ഓർക്കുന്ന ഒരു സമയം വരും. അത് സമയം വരും മുമ്പേ ഞാൻ നേരത്തെ കാര്യം പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, ഞാനൊരു കാര്യം പറഞ്ഞാൽ ആകാശവും ഭൂമിയും മാറിയാലും അത് മാറില്ല, അത് വന്നിരിക്കും. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും. കാരണം ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ അത് അതുപോലെ തന്നെ അങ്ങനെ തന്നെ സംഭവിക്കും, നിശ്ചയം. അതാണ് യേശു കർത്താവ് പറയുന്നത്. ഞാനത് നേരത്തെ പറയുന്നു. യേശു പറഞ്ഞ എല്ലാ വാക്കുകളും ശ്രദ്ധിച്ചേ. ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞു, ശിമോനെ, നിനക്കെന്തു തോന്നുന്നു? കരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ലോകത്തിൽ രാജാക്കന്മാർ കരം വാങ്ങുന്നത് മക്കളോടാണോ അന്യരോടാണോ? പത്രോസ് പറഞ്ഞ അന്യരോടാണ്. അപ്പം മക്കൾ ഒഴിവുള്ളവരല്ലേ? അതിൻ്റെ അർത്ഥം ഞാൻ മകനാണ്, ഞാൻ ഒഴിവുള്ളവനാണോ എന്നല്ല പറഞ്ഞത്, മക്കൾ. പത്രോസെ, നീയും ഞാനും ഒക്കെ രാജാക്കന്മാരുടെ മക്കളാണ്, അല്ലെങ്കിൽ രാജകുമാരന്മാരാണ്. മക്കൾ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നമ്മൾ അവർക്ക് ഇടർച്ച വരുത്തേണ്ട. അതായത് നമ്മൾ ഈ അർത്ഥത്തിൽ ഈ കാര്യം മനസ്സിലാക്കിയത്, അവരോട് പറഞ്ഞാൽ അവർ നമ്മളെ വട്ടന്മാരെന്ന് വിളിക്കും. കാരണം നിന്നെ കണ്ടാൽ ഒരു മീൻപിടുത്തക്കാരൻ്റെ ലുക്കാണ്, എന്നെ കണ്ടാൽ ഒരു ആശാരിപ്പണിക്കാരൻ്റെ ലുക്കാണ്. അവർ നമ്മെ രാജാവായിട്ടൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ നമുക്കറിയാം നമ്മൾ രാജകുമാരന്മാരാണ്. എങ്കിൽ അവർക്കതൊരു ഇടർച്ചയായിട്ട് വരാതിരിക്കുവാൻ, ആശയക്കുഴപ്പം കൊണ്ടുപോകാതിരിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം, കരം കൊടുക്കാം. അതുകൊണ്ട് നീ കടലിൽ ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വാ തുറക്കണം. ആ മീൻ്റെ വായിൽ എനിക്കും നിനക്കും ടാക്സ് കൊടുക്കാനുള്ള പൈസയുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പത്രോസ് എത്രയോ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മീനെ പിടിച്ചവനാണ്. അവൻ ഇന്ന് വരെ ഒരു മീൻ്റെ വാ തുറന്ന് നോക്കിയിട്ടില്ല. മീൻ്റെ ചെതമ്പൽ കാണുമ്പോൾ, മീൻ്റെ വലിപ്പം കാണുമ്പോൾ അവന് സന്തോഷമാണ്. ഇന്ന മീനാണ്, ഇന്ന വലിപ്പമുണ്ട്, വലിപ്പം കൂടുന്നതിനനുസരിച്ച് സന്തോഷമാണ്. എന്നാൽ പത്രോസ് ഇന്ന് വരെ ഒരു മീൻ്റെ വാ തുറന്ന് നോക്കി കാണില്ല. ഒരു പക്ഷേ ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയുടെ കൊളുത്ത് വിടിവിക്കാൻ വാ വലിച്ചു തുറന്നതല്ലാതെ ഒരു പണമുണ്ടോ എന്ന് അതിനകത്ത് നോക്കേണ്ടതായിട്ട് അവന് വന്നിട്ടില്ല. കാരണം അവന് ഒരിക്കലും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു മീൻ്റെ വായിൽ എങ്ങനെ പണം ഇരിക്കും. ഒരു മീൻ വായിൽ പണവുമായിട്ട് നടക്കും. ഇത് കേൾക്കുന്ന പലർക്കും ഇന്നത് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. മീൻ്റെ വായിൽ പണമിരിക്കും. കാക്കയുടെ വായിൽ രാവിലെയും വൈകിട്ടും ഏലിയാവിന് കഴിക്കാനുള്ള അപ്പവും ഇറച്ചിയും ഇരിക്കുന്നു. ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം ഇങ്ങനെയാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിലായിരിക്കും കർത്താവ് പ്രവർത്തിക്കുന്നത്. ഇത് കേൾക്കുന്ന പലർക്കും ഇന്നത്തെ ചിന്തയ്ക്ക് ആവശ്യമുണ്ട്. യേശു പറഞ്ഞു, നീ പോയി ചെയ്ത് ചൂണ്ടയിട്ട് കഴിയുമ്പോൾ വാ തുറന്നു നോക്കിക്കോ, അവിടെ ഉണ്ടാകും. ഒരു കാര്യം യേശു പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവിൽ ഒന്നാണ് ഞാൻ ബൈബിളിൽ കണ്ട അത്ഭുതങ്ങളിൽ, വലിയ അത്ഭുതങ്ങളിൽ ഒന്നായ ഈ മീൻ്റെ വായിലെ അത്ഭുത പണം. അതാണ് ദൈവം. പത്രോസേ, നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ, ചൂണ്ടയിടുമ്പോൾ നിന്റെ ചൂണ്ടയിൽ ആദ്യം കിട്ടുന്ന മീൻ ഇതായിരിക്കും. രണ്ടാമത്തെ മീനല്ല, ഒരു 10 മീനിൽ ഒന്നല്ല, നീ ഒരു 100 മീൻ്റെ വാ തുറന്നിട്ട് ഏതെങ്കിലും ഒരു മീൻ്റെ വായിൽ നോക്കുക എന്നല്ല, ഉറപ്പ് കർത്താവ് പറയുകയാണ്. നീ ഒരൊറ്റ മീനെ പിടിച്ചാൽ മതി. നീ 10 മീനെ തപ്പി നടക്കണ്ട. നീ കടലിൽ ചെന്ന്, കടലിൻ്റെ ഏത് ഭാഗത്ത് പോകണമെന്ന് പറയുന്നില്ല. ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ആലപ്പുഴയിലാണ് ഞാനിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സ്ഥലം.
ആലപ്പുഴയിൽ തന്നെ ഏതെല്ലാം കടപ്പുറമുണ്ട്. പുന്നപ്പുറ കടപ്പുറമുണ്ട്, പിന്നെ ഇവിടെയുമുണ്ട് ഗലീല കടപ്പുറം, അങ്ങനൊരു കടപ്പുറമുണ്ട്. പിന്നെ കിടക്കുകയാണ് കടൽ തീരം ഇങ്ങനെ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയും നേരെ കടലാ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനകത്ത് കടലിൻ്റെ ഏത് കടപ്പുറത്ത് ചെല്ലണം എന്ന് കർത്താവ് പറയുന്നില്ല. ഇന്ന കടപ്പുറത്താണോ? ഒറ്റ കാര്യം, ഞാൻ പറഞ്ഞതുകൊണ്ട് ആ മീൻ നീ ചെല്ലുന്നിടത്ത് വരും. നീ ആദ്യം ചൂണ്ടയിട്ട് കഴിയുമ്പോൾ തന്നെ അത് വന്ന് കുരുങ്ങും. ഇതുപോലെ ദൈവം ചിലത് കുരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, അത് കുരുങ്ങിയിരിക്കും. ദൈവം നിനക്കായി ചിലത് കരുതിയിട്ടുണ്ട്, അത് കരുതിയത് ഒരിക്കലും മാറിപ്പോകത്തില്ല. അത് തക്ക സമയത്ത് അവിടെ എത്തിയിരിക്കും. അബ്രഹാം മോനുമായിട്ട് യാഗം കഴിക്കാൻ മോറിയ മലയിലോട്ട് പോകുമ്പോൾ മോൻ ചോദിക്കുന്നു, ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, യാഗമൃഗമില്ലല്ലോ. അപ്പൻ യാഗമൃഗത്തെ യാഗം കഴിക്കുന്നത് കണ്ടു വളർന്ന മോന് പറയാനുള്ളത്, പ്രധാനപ്പെട്ടത് യാഗമൃഗമല്ലേ, അതെവിടെ? അപ്പോൾ അപ്പൻ പറയുന്നുണ്ട്, മോനെ ദൈവം കരുതിക്കൊള്ളും. യഹോവ ഈരെ, ഹീബ്രുവിൽ ജഹോവ ജായിരെ, കർത്താവ് തക്ക സമയത്ത് ഇറങ്ങി വന്ന് കരുതിക്കൊള്ളും. ഇത് കേൾക്കുന്ന പലരുടെ അകത്ത് ആശങ്കകളുണ്ട്. എങ്ങനെ, എവിടെ, ഏത് കടപ്പുറത്ത് ചെല്ലണം, എവിടെ ചൂണ്ടയിടണം? നീ ഒന്നും നോക്കണ്ട, കർത്താവ് പറഞ്ഞ വാക്ക് കേട്ട് പൊയ്ക്കോ. ആ വാക്കിന് നീ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ കാര്യം നടക്കും. മോറിയ മലയിലേക്ക് ഈ അബ്രഹാമും മോനുമായിട്ട് ഒരു വശത്ത് നീ മല കയറുമ്പോൾ ദൈവം കരുതും മോനെ, ദൈവം കരുതും മോനെ എന്ന് അപ്പൻ മോനോട് പറഞ്ഞ ആ വാക്ക് നിമിത്തം മലയുടെ ഒരു വശത്തുനിന്ന് അപ്പനും മോൻ ഇവിടുന്ന് കയറുമ്പോൾ മറ്റൊരു വശത്തുനിന്ന് ഒരാട്ടുകൊറ്റൻ വഴി തെറ്റി മുകളിലോട്ട് കയറി 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 അബ്രഹാമും ഇസഹാക്കും ചെന്ന് യാഗപീഠം പണിത് ആ യാഗപീഠം പണിത് തീർത്തതിൻ്റെ അരികിൽ ഈ ആട്ടുകൊറ്റൻ വന്ന് കുരുങ്ങിക്കിടന്ന ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. നിനക്ക് വേണ്ടി ദൈവം ചിലതിനെ കയറ്റി കൊണ്ടുവരിക മാത്രമല്ല, അത് അവിടെ നിന്ന് പോകാതെ വണ്ണം കുരുക്കിയിടുന്ന കർത്താവാണ്. ഇതാ, നീ കടലിലോട്ട് ചെല്ലാമോ? വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കാമോ? ചിലർ പറയും UK പോകേണ്ടത്, കാനഡയ്ക്ക് പോകണമോ, അല്ല ന്യൂസിലാൻഡാണ് കുറച്ച് നല്ലതെന്ന് പറയുന്നു. എല്ലാവരും ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മാറുന്നെന്ന് കേട്ടു. അമേരിക്കയിൽ ഇപ്പോൾ ഭൂകമ്പമൊക്കെയാണ്, ചുഴലിക്കാറ്റൊക്കെയുണ്ട്. അതിനേക്കാൾ നല്ലത് വേറെ എവിടെയെങ്കിലും സ്ഥലം, സ്വിറ്റ്സർലൻഡ് എങ്ങനെയുണ്ട്? നീ ഇതിനെക്കുറിച്ചൊന്നുമില്ല. നീ എങ്ങോട്ട് പോയി ചൂണ്ടയിട്ടാലും, നീ എവിടേക്ക് പോയാലും വാക്കിൽ വചനത്തിലാണോ നീ പോകുന്നത്? നീ ദൈവവചനത്തിലാണെങ്കിൽ നീ പോകുന്നിടത്ത് നീ എവിടെ പോയി സ്റ്റെപ്പ് വെക്കുന്നുവോ, നീ എവിടെ പോയി കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ചൂണ്ടയിടുന്നുവോ, അവിടെ നിന്റെ നന്മയ്ക്കുള്ളത് അവിടെ വന്നിരിക്കും. അത് നിനക്ക് മാത്രമല്ല, അത് നിനക്കും കർത്താവിനും കൂടിയുള്ളതാണ്. പലർക്കും ഈ സത്യം അറിയില്ല. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കിട്ടുന്നതെല്ലാം നമുക്കാണെന്നല്ല. നിന്റെ ചൂണ്ടയിൽ കുരുക്കിയ നന്മ പകുതി കർത്താവിനാണ്. ചിലരുടെ വിചാരം ദശാംശം മാത്രമാണ് കർത്താവിന്. നല്ല കുഞ്ഞെ, നീ ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നീ കണക്കൂട്ടിയതെല്ലാം തെറ്റി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത വ്യക്തിയാണെന്ന് ഓർക്കണം. നീ കർത്താവിൻ്റെ വാക്കിനെ വലയെറിഞ്ഞപ്പോഴും, നീ കർത്താവിൻ്റെ വാക്കിന് ചൂണ്ടയിട്ടപ്പോഴും, നീ കർത്താവിൻ്റെ വാക്കിന് അബ്രഹാമിനെ പോലെ മല കയറിയപ്പോഴും അവിടെയെല്ലാം കരുതി വെച്ച കർത്താവ്. നീ കർത്താവിൻ്റെ വാക്കിന് കെരീത്തിൽ പോയി ഇരുന്നപ്പോൾ രാവിലെയും വൈകിട്ട് അവിടെ കാക്ക അയച്ച കർത്താവാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് കിട്ടുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല. നിനക്ക് കിട്ടുന്നത് നന്മകളിൽ
കർത്താവുമായിട്ടൊന്ന് 50-50 ഷെയർ ചെയ്യാമോ? ഇത് ഞാൻ പറയുമ്പോൾ സഭയെ കൊണ്ടുവന്ന് തരുന്ന കാര്യമാണെന്ന് വിചാരിക്കും. എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചാലും നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഈ നാളുകളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഈ സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് ദൈവജനത്തിൻ്റെ ഇടയിൽ ആശയക്കുഴപ്പമാണ്. കർത്താവാണ് നിനക്ക് നന്മ തരുന്നതെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ നീ വിതയ്ക്കണം. കർത്താവ് പറയണം, എനിക്ക് നിനക്കും വേണ്ടി കൊടുക്കുക. അപ്പോൾ കർത്താവ് പല കാര്യങ്ങളും നമുക്ക് സൂപ്പർ നാച്ചുറലായിട്ട് തുറന്നു തരുമ്പോൾ നിങ്ങളും ഞാനും കർത്താവിനെ മറക്കരുത്. ദൈവത്തിന് വേണ്ടി ചെലവാക്കുന്നതിൽ നമുക്ക് ഭയങ്കര ഉത്സാഹവും സന്തോഷമായിരിക്കണം. അതുകൊണ്ടാണ് ബൈബിളിൽ പൗലോസ് പറയുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ തലമുറകളെ എല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന കർത്താവ്, നമുക്ക് വേണ്ടി നിത്യജീവൻ തന്ന കർത്താവ്, നിത്യ സ്വർഗം നമുക്ക് തന്ന കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൻ്റെ പേരിൽ എന്തിനാ വഴക്കിടുന്നേ? നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കൊടുക്കണം. ഇത്രയും നന്മ ചെയ്ത കർത്താവിന് വേണ്ടി ഇനി എന്ത് സ്വാർത്ഥത? അതാണ് ദൈവസ്നേഹം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയും. നമ്മൾ എവിടെ ചെന്നാലും എവിടെ ചൂണ്ടയിട്ടാലും നമുക്കുള്ളത് കർത്താവ് അവിടെ തന്നിരിക്കും. അത് ഏത് രാജ്യത്തേക്ക് പോയാലും ഏത് മല കയറിയാലും കർത്താവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഒരു കരീത്തിലേക്ക് പോകുന്നത്, അവിടെ ദൈവം എല്ലാം കരുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യമായി പോവുക. കർത്താവ് പറയാണ്, ഞാൻ ഇത് നേരത്തെ നിങ്ങളോട് പറയുന്നു, ആ നാഴിക വരുമ്പോൾ അത് സംഭവിക്കും. ഓരോ കാര്യങ്ങളും നാഴികയിൽ സംഭവിക്കും. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. ഇന്നത് കേൾക്കുന്ന പല വീടുകളിലും അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ പോകുന്നിടത്തൊരു വിടുതൽ നടക്കും. അത് നമ്മുടെ അവകാശമാണ്. ആ അവകാശം പ്രാപിച്ചെടുക്കുക. ഏത് സ്ഥലത്തോട്ട് പോയി ചൂണ്ടയിട്ടാലും അവിടെ ആ മീനിൻ്റെ വായിൽ നിനക്കുള്ളതുണ്ട്. ഇതെങ്ങനെ എടുത്താലും അതിനുള്ള മറുപടി കാണും. കാരണം കർത്താവിൻ്റെ വചനമല്ലേ, അത് മറുപടി കൊണ്ടുവരും, അത്ഭുതങ്ങൾ കൊണ്ടുവരും. നിനക്ക് 100 രൂപയുടെ ആവശ്യമാണോ? 100 രൂപയുടെ വഴി തുറക്കും. നിനക്ക് 10,000 വേണോ? 10,000-ൻ്റെ. 10 കോടിയാണോ താങ്കൾക്ക് ആവശ്യം? അതും ഒറ്റ ചൂണ്ടയിടലിൽ ചെയ്യാൻ നമ്മുടെ കർത്താവ് വലിയവനാണ്. ദൈവം നല്ലവനാണ്. മീൻ്റെ വായിൽ, കടലിലെ മീൻ്റെ വായിൽ പണം കരുതിയ ദൈവത്തിന് എവിടെയും നന്മ കരുതാൻ കഴിയുമെന്നും വിശ്വസിക്കണം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ടവർക്ക് വിശ്വസിക്കാനുള്ള ഒരു ശേഷി കൊടുക്കണമേ. ഒരിക്കലും അടുത്തു പോകാതെ കർത്താവിൻ്റെ വാക്കിന് വലയിറക്കുന്ന, കർത്താവിൻ്റെ വാക്കിന് ചൂണ്ടയിടുന്ന, കർത്താവിൻ്റെ ശബ്ദം കേട്ട് ചുവട് വെക്കുന്ന ഒരു കൂട്ടം തലമുറകൾ തന്നെ ഇതിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. അത്ഭുതങ്ങൾ ഇവരിൽ സംഭവിക്കട്ടെ. ഓരോ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. സാമ്പത്തിക മേഖലകൾ മാത്രമല്ല, ആത്മീകമായ വഴികളും ഉറവകളും ശുശ്രൂഷാവാതിലുകളും അനേക ദൈവവേലക്കാർക്ക് തുറക്കട്ടെ. വലുത് സഫലവുമായ ഒത്തിരി വാതിലുകൾ അങ്ങ് തുറന്നു വെക്കുന്ന കർത്താവാണ്. സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, ദൈവമഹത്വം സംഭവിക്കട്ടെ. ഞാനിവരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. ഒരു വലിയ ദൈവപ്രവൃത്തി ഇവരിൽ സംഭവിക്കട്ടെ. എല്ലാ മാനസിക സംഘർഷങ്ങളും വിട്ടുമാറട്ടെ. നാളെക്കുറിച്ച് യാതൊരു അസ്വസ്ഥതയുമില്ല. വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാക്കി ഓരോരുത്തരെയും മാറ്റണം. യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവിൻ്റെ ശബ്ദത്തിന് മുന്നോട്ട് പോവുക. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. വിശ്വാസം മാത്രം പറയുക. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.